എല്ലാ സ്ഥലത്തും മുസ്ലിയാക്കന്മാർ എല്ലാ കൊല്ലം പറയുന്ന ഒരുപാട് നുണകളിൽ ഒരു നുണയാണെന്ത് മുജാഹിദീങ്ങൾ പണ്ട് നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, അതൊരു എഴുതിയിട്ടുണ്ട്, അതൊരു സദസ്സ് പിന്നെ അതിനുവേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ. അതെന്താ പറയാ? അൽ മുർഷിദ് അൽ ഇർഷാദ്. ഇതാണ് ആ സാധനങ്ങൾ. ഏതാണ്ട് 100 കൊല്ലം പഴക്കണ്ട്. അൽ മുർഷിദും അൽ ഇർഷാദും ഈ വിഷയത്തിൽ മാത്രം ഞാൻ തന്നെയും ലേഖനം എഴുതിയിട്ടുണ്ട്. അൽ ഇർഷാദും അൽ മുർഷിദും ഖുറാഫി കുപ്രചാരണങ്ങളും എന്ന പേര് എന്റെ ലേഖനമുണ്ട്. എന്നിട്ടും മുസ്ലിയാക്കന്മാർ ഇപ്പോഴും പറയുന്നത് എന്താ? പണ്ടുല ആഘോഷിച്ചിരുന്നു. എന്തായാലും ഓരോ ചില ലേഖനങ്ങൾ എടുക്കും, അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് മാത്രം വായിക്കും, ബാക്കിയൊന്നും വായിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നമ്മൾ വായിക്കണം. ഇത് ഇനി ആരും എവിടെയും പറയാനും പാടില്ല. ഇത് ക്ലിപ്പായിട്ട് വ്യാപകമായിട്ടാണ് പോകും വേണം. ഇത് എന്താ ഒരു അന്നടുത്ത മൗലിദ് നമുക്ക് നോക്കാനോ. ഇതാണ് അൽ മുർഷിദ്. ഹിജറ വർഷം 1355 അന്നറിയാം, അഥവാ 1936. MT പറഞ്ഞ 20നും 52നും ഇടക്കാണ്. ഈ 2-3 അൽ മുർഷിദും അൽ ഇർഷാദും അല്ലാതെ വേറെ തെളിവ് 30 ഉണ്ടാവില്ലല്ലോ. 52 വരെ ആഘോഷിച്ചു പറയാന്, 20 മുതൽ 52 വരെ 32 കൊല്ലം ആഘോഷിച്ചു പറഞ്ഞല്ലോ. ഇതല്ലാത്ത വേറെ വല്ല തെളിവുണ്ടോ MT കൊണ്ടിട്ട്? ഇതിലെന്താറിയോ? ഒരു ലേഖനം റബീഉൽ അവ്വൽ EK മൗലവി, ഇതാണ് ലേഖനം. 1936 ഹിജ്റ 1355 റബീഉൽ അവ്വൽ മാസം ഇറങ്ങിയ അൽ മുർഷിദ് മാസിക. അതില് റബീഉൽ അവ്വൽ എന്ന പേരിൽ ഒരു ലേഖനമുണ്ട്. അതിൽ ആദ്യ ഭാഗം മുസ്ലിയാക്കന്മാർ വായിക്കും, പിന്നെ വായിക്കൂല. ഓലി ജുമാക്ക് മറ്റേ സബീസ് മോദനമാരിയ കുറച്ച് മുണുങ്ങ, ബാക്കിയുള്ള ഓതുക, അത് ഏർപ്പെടുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ. അത് മൗലിദ് ഓതുക അങ്ങനെ തന്നെയാണ്. ഇത് മാത്രമല്ല, മുസ്ലിയാക്കന്മാരെ മൗലിദിന് വിളിച്ചോ കാര്യങ്ങൾ 2 പേജ് 3 പേജ് ഓതും, പിന്നെ കൂട്ടി മറിച്ചിടാനുണ്ട്. മങ്കൂസ് അടക്കം ഫുള്ളോതൂല, മങ്കൂസ് തന്നെ ഷോട്ടാ, അത് പിന്നെ ഷോട്ടാക്കല. ആദ്യത്തെ 2 പേജിൽ ഓതിട്ട് പിന്നെ 4 പേജ് കൂട്ടി ഒറ്റ പറയാ, പിന്നെ ലാസ്റ്റ് വായിക്കും. അത് എല്ലായിടത്തും ഒലിക്കുന്നുണ്ട്, ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യം എന്താണെന്നോ, മുസ്ലിം ലോകത്തെ ആകമാനം ആനന്ദ സാഗരത്തിൽ ബ്രാക്കറ്റിൽ സമുദ്രത്തിൽ ആറാടിക്കുന്ന അഥവാ കുളിപ്പിക്കുന്ന റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിന്റെ ആഗമനം ലോകത്തിന് അനുഗ്രഹമായി അവതീർണനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. മനുഷ്യലോകത്തെ ആകമാനം ഉദ്ധരിക്കുവാൻ പര്യാപ്തമായ ദീനം കൊണ്ടാണ് ആ പുണ്യാത്മാവ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗം വായിക്കും. അപ്പൊ എന്തായി? ലോകത്തെ മൊത്തം സന്തോഷമാണ്, ലോകത്തെ മൊത്തം പിന്നെ വലിയ ആഹ്ലാദമാണ്. ശരിയാക്കാൻ എന്താ? നബി തങ്ങൾ ജനിച്ചു സന്തോഷം തന്നെയാണ്. എന്നിട്ട് നബി കൊണ്ട് ദീനിന്റെ സവിശേഷത പിന്നെ പറയാണ്. അല്ലാഹു തആല പറയുന്നു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലൽ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ എന്ന് പറഞ്ഞ ആയത്ത് കൊടുക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ വന്ന കാലത്ത് അന്നത്തെ ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു അത് പറയുന്നു. ജനങ്ങളെല്ലാം ദുർമാർഗത്തിൽ മുഴുകിയിരിക്കുകയും സന്മാർഗം കാണാതെ കുഴങ്ങുകയും ചെയ്ത ഒരു ഘട്ടത്തിലത്രേ ആ മഹാത്മാവിന് യോഗ്യതനായത്. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل في ضلال مبين എന്ന ആയത്ത് കൊടുത്തു, അതിന് അർത്ഥവും കൊടുത്തു. എന്നിട്ട് അന്നത്തെ ജാഹിലിയ്യ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാം ഇങ്ങനെയുള്ള ഭാഗം മുസ്ലിയാക്കന്മാർ വായിക്കാത്ത ഭാഗം, അത് കഴിഞ്ഞിട്ട് പറയാം. എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം? കണ്ടോ, ഇതാണ് പറഞ്ഞിട്ട് പിന്നെ അതേ ലേഖനത്തിൽ പറയാം. എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. കണ്ടോ, എങ്ങനെയാണ് ആഹ്ലാദിക്കേണ്ടത്, എങ്ങനെയാ കൊണ്ടാടേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് ഇന്ന് എന്താ നാട്ടിലുള്ളത് അത് ആദ്യം നോക്കുക. എന്നിട്ട് ഞാൻ മറ്റത് പറയാമെന്നത് പറയണത്. എന്നിട്ട് പറയാം, റബീഉൽ അവ്വൽ മാസം വന്നാൽ വീട് തോറും മൗലിദ് ഓതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചര്യകൾ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൊള്ളാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസമുണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ചില കിസ്സകളാണ്. കിസ്സകൾ അധികവും അടിസ്ഥാനഹീനങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിരുന്ന് ചൊല്ലിപ്പിരിഞ്ഞതുകൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്.
മുല്ല ചൊല്ലുന്ന എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കില്ല, ചൊല്ലിക്കുന്നവന്റെ സ്ത്രീയും ഇത് തന്നെയാണ്. കണ്ടോ, അന്ന് അതൊക്കെ ഒരു മുല്ല വന്നിട്ട് അറബി എന്നോ ചൊല്ലിത്തിരിഞ്ഞു പോവുക, എന്താ ഈ ചൊല്ലണത്, മുല്ല ചൊല്ലുന്നത് എന്താണെന്ന് മുല്ലക്ക് തന്നെ അറിയില്ല, ചൊല്ലിക്കുന്ന സ്ത്രീയും ഇത് തന്നെയാണ്. റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? അപ്പൊ ഇതാണ് ഇപ്പൊ നാട്ടിലുള്ളത്. ഇങ്ങനെ അല്ല വേണ്ടത്. ഇനി എങ്ങനെ വേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് നബിയുടെ ചര്യകളെയും സന്ദേശങ്ങളെയും പഠിപ്പിക്കുകയും തിരുമേനയെ പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നബിയെ പിന്തുടരുന്നത് കൊണ്ടല്ലാതെ നാം അല്ലാഹു തആലയുടെ മുസ്ലിം സ്നേഹത്തിന് പാത്രവാന്മാർ ആയിത്തീരുന്നതല്ല. അല്ലാഹു തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന് നബിയെ താങ്കൾ പറയുക. എന്നിട്ട് പറയാം, നമ്മൾ അധികം ആളുകൾക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതങ്ങൾ അറിഞ്ഞുകൂടാ. അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ഏർപ്പാടുകൾ നമ്മുടെ ഇടയിൽ ഇല്ല. ഇന്നത്തെ മൗലിദ് ഓതുന്ന സമ്പ്രദായം കൊണ്ട് ഇക്കാര്യം നിറവേറുന്നതല്ലെന്ന് ഞാൻ മുമ്പ് സമർത്ഥിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നബിയുടെ ഉപദേശങ്ങളെയും ചര്യകളെയും ജനങ്ങളെ പഠിപ്പിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ വക ഏർപ്പാടല്ല വേണ്ടത്. ഇനി അന്ന് മൗലിദ് ഉണ്ടാക്കിയ മുജാഹിദുകൾ ഉണ്ടാക്കി. ഏതാ മൗലിദ്? ഇതാകട്ടോ ബാക്കി. കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും, ഇന്ത്യക്ക് പുറമേ ചില രാജ്യങ്ങളിലും നബിദിനം എന്ന പേരിൽ ഈ ശ്രമം ചെയ്തു വരുന്നുണ്ട്. കണ്ടോ, അന്ന് പോലും ചെയ്ത ചെറിയൊരു കുതന്ത്രമായിരുന്നു. ജനങ്ങളെ എന്താ നബിന്റെ ചര്യ പഠിപ്പിക്കാൻ ഒരു വേദി ഉണ്ടാക്കി റബീഉൽ അവ്വലിൽ. അതിന് നബിദിനം എന്ന് പേരിട്ടു. അത് കേട്ടാ മണ്ടിയിൽ എന്താ ചിട്ട് നബിദിനം എന്ന് പേരിട്ട് സദസ്സുണ്ടാക്കി. അപ്പൊ എല്ലാവരും വരുമ്പോ പറഞ്ഞ കൂട്ടരെ എങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. അതാണ് കുറച്ചു കാലമായി നമ്മുടെ നാട്ടില് മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും, ഇന്ത്യക്ക് പുറമെ ചില രാജ്യങ്ങളിലും നബിദിനം എന്ന പേരിൽ ഈ ശ്രമം ചെയ്തു വരുന്നുണ്ട്. അതാണ് ഓലെന്നുണ്ടാക്കിയ നബിദിനം. അന്ന് അവർ ചെയ്ത, അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തതാണ്. നബിദിനം എന്ന് പേരിട്ട് മനുഷ്യന്മാരെ കൂട്ടി എന്നിട്ട് പറഞ്ഞെടുത്ത് കൂട്ടരെ ഈ മൊഴി വന്നിട്ട് കാര്യമില്ല. അതല്ല ചെയ്യേണ്ടത്. പകരം നബി തങ്ങളെ ചര്യ പഠിച്ചോളി, അത് ജീവിതത്തിൽ പാലിച്ചോളി, അതുകൊണ്ട് രക്ഷയുള്ളൂ എന്ന് സമുദായത്തെന്ന് ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറയാം, എന്നാൽ ഈ ശ്രമം കൂടുതൽ ഉപയോഗപ്രദമാക്കി തീർക്കുവാൻ ഉത്സാഹിക്കേണ്ടതാണ്. കേവലം പ്രസംഗങ്ങളെ കൊണ്ട് മതിയാക്കരുത്. നബിയുടെ സച്ചരിതങ്ങളും ഇസ്ലാം മത സിദ്ധാന്തങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ലഘുലേഖകളും ചെറു പ്രസംഗങ്ങളും ചെറു പുസ്തകങ്ങളും അച്ചടിച്ച് പ്രചരിപ്പിക്കുന്നത് അധികം നന്നായിരിക്കും. നാം റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടതും നബിയോടുള്ള നമ്മുടെ ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടതും ഇതേ ക്രമത്തിലായിരുന്നാൽ അതുകൊണ്ട് വലിയ ഫലം സിദ്ധിക്കുന്നതാണ്. അതാണ് ഒരു അൽ മുർഷിദ്. 1936 ഇറങ്ങിയ റബീഉൽ അവ്വൽ മാസത്തെ അൽ മുർഷിദ് മാസിക. അതിലാണ് ഒന്നത്. ഇനി മറ്റൊന്ന് ഇതാ അൽ ഇർഷാദ്. എല്ലാവരും വായിക്കണം. അൽ ഇർഷാദ് അതാണ് വേറൊന്ന്. ഇത് ലേഖനം എന്തായോ? താരീഖുൽ മൗലിദി വഹുക്മുഹു. താരീഖുൽ മൗലിദി, മൗലിദിന്റെ ചരിത്രം, വഹുക്മുഹു അതിന്റെ വിധിയും. അതാ ലേഖനം തന്നെ. ഇ കെ കുഞ്ഞമ്മദ് മൗലവി. താരീഖുൽ മൗലിദി വഹുക്മുഹു, മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും. തുടങ്ങുന്നെന്താ? തുടക്കം മൂലമാരി വായിക്കും. റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കയില്ല. അവിടെ മുസ്ലിയാക്കന്മാർ നിർത്തും, ബാക്കി വായിക്കൂല. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകത്ത് മുഴുക്കയുമുണ്ട് നബിദിനം ആഘോഷിക്കൽ എന്നതിന് പറയുന്നു. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇനി ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അവിടെ നിർത്തും. കണ്ടോ, അപ്പൊ ലോകത്ത് മുഴുവനും ഇതുണ്ട് എന്ന് ഓലന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ലോകത്ത് മുഴുവൻ ഇന്നുണ്ടല്ലോ. ലോകത്ത് മുഴുവൻ ഇന്നുണ്ട്. അതുകൊണ്ട് ദീനാവോ? ഇല്ല. അടുത്ത വാചകം എന്താ? എന്നാൽ. കണ്ടോ, എന്നാൽ അതവിടെ തുടങ്ങണത്. അത് വായിക്കൂല. ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിരറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും. ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുജന നാളായ റബീഉൽ അവ്വൽ 12-ാം തീയതിയിൽ ലോകത്തിൽ റഹ്മത്തായി എഴുന്നേൽപ്പിക്കപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുരുങ്ങിയ ചരിത്രത്തെ എങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിലാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചെയ്യേണ്ടത് എന്താ? നബിയുടെ ചരിത്രം പറഞ്ഞെടുത്തിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. അതാ നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞില്ല.
അങ്ങനെ ചെയ്യുന്നതിനാൽ അല്ലാഹു തആല നബിയെ അയച്ചതുകൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും പരിപോഷണമാവുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിലും സുന്നത്തിനെ ഹയാത്താക്കുന്നതിലും അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ്. ഇതിനേക്കാളും മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാം. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കുന്നത് മുസ്ലിമീങ്ങളെ സർവ്വസാധാരണമായ ഒരു ആദത്തായി തീരുകയാൽ, മുസ്ലിമീങ്ങളെ പതിവായി തീർന്നിട്ടുണ്ട്. അങ്ങനെ തീരുകയാൽ കഴിവുള്ളവരുടെ മേൽ വാജിബോ സുന്നത്തോ ആയിട്ടുള്ള ഒരു ദീനിയായ അമലാണെന്നും അതിനെ ഉപേക്ഷിക്കുന്നവർ തീർച്ചയായും ആക്ഷേപാർഹരാണെന്നും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമലിന്റെ താരീഖും ഇത് എന്നു മുതൽ ഉണ്ടായതാണെന്നും ഇതിനെക്കുറിച്ച് ശറഈന്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹുക്മും പൊതുജനങ്ങളെ അറിയിക്കുന്നത് ആവശ്യമാകയാൽ അവയെക്കുറിച്ച് അല്പം വിവരിക്കാം. കണ്ടോ, ജനങ്ങളെ വിശ്വാസം എന്താ? കഴിവുള്ളവർക്ക് നിർബന്ധം, അല്ലാത്തവർക്ക് സുന്നത്ത്. അതുകൊണ്ട് ആളുകളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിന്റെ എന്നുണ്ടായി, എവിടുന്നുണ്ടായി, പണ്ഡിതന്മാരുടെ വിധി എന്ത് പറഞ്ഞു എന്ന് പറയൽ ബാധ്യതയാണ്. എന്താണ് ഒന്ന് താരീഖുൽ മൗലിദ്, ഇതിന് ചരിത്രം. ഈ ആചാരം ഹിജ്റ 6-ാം നൂറ്റാണ്ട് അവസാനത്തിലോ 7-ാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിൽ ഒരു പ്രധാന പട്ടണമായ ഇർബദിൽ രാജാവായിരുന്ന അൽ മലിക്കുൽ മുഅല്ലം മുളഫറുദ്ദീൻ അബൂ സഈദ് ഇബ്നു അബിൽ ഹസൻ റഹിമഹുല്ലാ അവർകളാണ് ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളതെന്നാകുന്നു അറിയപ്പെട്ടത്. ചരിത്രം പറയാം. മുളഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. മുളഫർ രാജാവ് ഉണ്ടാക്കിയ മൗലിദ് സദസ്സും അന്നത്തെ ഭക്ഷണങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അന്ന് ഇഷ്ടംപോലെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അതേപോലെ പണം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അന്ന് സംഗീതങ്ങൾ ഉണ്ടായിരുന്നു, സംഗീത ഗാനങ്ങൾ മുതലായ പല വിനോദങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു. പലവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾ സൽക്കരിക്കുകയും വളരെ ധർമ്മങ്ങൾ ചെയ്യുകയും ഫുഖഹാ, വാഇലീങ്ങൾ, ഖുർആൻ ഓതുന്നവർ, കവികൾ, ശായിരീങ്ങൾ മുതലായവർക്ക് വളരെ സമ്മാനങ്ങൾ നൽകുകയും മറ്റും ഇങ്ങനെ പല ഖൈറാത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൽ അദ്ദേഹം ചെയ്തു വന്നിരുന്നു. ചരിത്രം കണ്ടു പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലത്താകട്ടെ ഏറ്റവും ഖൈറായ കാലമാണെന്ന് നബി തങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവനും ഐക്യകണ്ഠേന മുത്തലക്കായ മുജതഹിദീങ്ങളാണെന്ന് സമ്മതിച്ചിട്ടുള്ളവരും അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങളുമായ മഹാത്മാക്കളെ കാലത്താകട്ടെ റബീഉൽ അവ്വലിൽ പ്രത്യേകമായി മൗലിദ് കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നേ ഇല്ല. കണ്ടോ, നബിന്റെ കാലത്തില്ല, സഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, മുജതഹിദീങ്ങളായ ഇമാമിയങ്ങളുടെ കാലത്തില്ല, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ കാലത്തില്ല. അന്ന് എഴുതിച്ചതാ 936 വായിക്കുന്നത്. അന്ന് എഴുതി വെച്ചതാ. മുജാഹിദീങ്ങൾ അന്നും ഇന്നും പറഞ്ഞ അതന്നെയാണ്. അല്ലാണ്ട് അന്ന് ഒരിക്കൽ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ കുഴപ്പമുണ്ടായില്ല. അന്ന് പറഞ്ഞ ഈ ലേഖനം അതേപോലെ ഇപ്പോഴും വായിക്കൊരു പ്രയാസമില്ല. ശേഷം പറയാം. ഇപ്പോൾ മശ്രിക്കിലും മഗ്രിബിലുമുള്ള മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും ഈ മൗലിദ് കഴിക്കുക എന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പള്ളികളിൽ വെച്ച് മൗലിദ് ഓതുവാനായി അവർ യോഗം കൂടുന്നു. ചിലർ അതിനായി അവരുടെ വീടുകളിൽ സൽക്കാരമുണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നവരെയെല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് മൗലിദ് കഴിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജനന ദിവസത്തിൽ തന്നെ ആയിരിക്കുമെന്നുമില്ല എന്ന് ഹുക്മുൽ മൗലിദ്. എന്താ അതിന്റെ വിധീത? മൗലിദിന്റെ ഹുക്മ് ഇനി ഇപ്രകാരമുള്ള മൗലിദിന്റെ കാര്യത്തിൽ ഉലമാഉ ശറഅ് പറഞ്ഞിട്ടുള്ള ഹുക്ം എന്താണെന്ന് ചിന്തിക്കാം. ഉലമാക്കളിൽ ചിലർ ഇത് മദ്മൂമത്തായ അഥവാ ആക്ഷേപാർഹമായ ബിദ്അത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് ദീനിൽ ഇല്ലാതിരിക്കവേ ഒരു മതാചാരമായി എന്ന് മാത്രമല്ല ഒരു ദീനിയായ ഇബാദത്തായി എണ്ണപ്പെടുന്നു. പൊതുജനങ്ങൾ ഇത് മശ്റൂആണ് എന്ന് വിചാരിച്ചു വരുന്നു. വേറെ ചില ഉലമാക്കൾ പറയുന്നത് ഇത് നല്ലതായ ബിദ്അത്താണ് എന്നാണ്. കണ്ടോ, ചില പണ്ഡിതന്മാർ പറഞ്ഞു മോശപ്പെട്ട ബിദ്അത്താണ്, ചില പണ്ഡിതന്മാർ പറഞ്ഞു നല്ല ബിദ്അത്താണ്. ഇതല്ലേ കഴിഞ്ഞ മുഖാമത്തിൽ നമ്മളും പറഞ്ഞത്. അതന്നെ അന്ന് എഴുതിച്ചത്. ഇത് എന്താ നല്ലത് പറയാൻ ന്യായം? എന്തുകൊണ്ടെന്നാൽ ഈ അമൽ ഖാത്തമുൽ അംബിയാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ആ നബി ഭൂജാതനായ ദിവസത്തിൽ സന്തോഷത്തെ ലാഹിറാക്കുന്നത് കൊണ്ടും സദഖ മുതലായവ കൊണ്ടും അല്ലാഹു തആലയോടുള്ള ശുക്രാണെന്നാണ് അവർ പറയുന്നത്. കണ്ടോ, നല്ല ബിദ്അത്ത് പറഞ്ഞവർക്ക് അതാണ് ന്യായം. എന്നിട്ട് ആ പറഞ്ഞ മൊത്തം പണ്ഡിതന്മാരെ വിവരിക്കുന്നു. നല്ല ബിദ്അത്ത് പറഞ്ഞവർ, മോശപ്പെട്ട ബിദ്അത്ത് പറഞ്ഞവർ അതൊക്കെ എണ്ണി 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 പറയുന്നു. എന്നിട്ട് പറയാ, ഇത്രയും പറഞ്ഞതിൽ നിന്ന് അമലുൽ മൗലിദ് ഉത്ഭവിച്ചതിന് പുറകെ ഉലമാഉ ശറഅ് രണ്ടഭിപ്രായക്കാരായിട്ടാണ് ഇരിക്കുന്നത് എന്നും പ്രമാണിക്കത്തക്ക പല ഉലമാക്കളും അത് ഹസനത്തായ ബിദ്അത്താണെന്ന് ഫത്വ ചെയ്തിരിക്കുന്നുവെന്നും വെളിപ്പെട്ടുവല്ലോ. പക്ഷേ
യാതൊരു ഷർറും അതിൽ കലർന്നു പോകാതെയും അത് കാരണമായി യാതൊരു ദോഷവും ഉണ്ടായിത്തീരുവാൻ ഇടവരാതെയും നടത്തപ്പെടുന്ന മൗലിദിനെ പറ്റി മാത്രമാണ് അവർ നല്ല ബിദഅത്ത് എന്ന് പറഞ്ഞത്. കാരണം ഒരു ഷർറുമില്ല, ഒരു മോശമായ ഒന്നുമില്ല, അതിനെക്കുറിച്ച് മാത്രമേ നല്ല ബിദഅത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കാരണമായി വല്ല ഫർളുകളും ഒഴിഞ്ഞു പോകാനോ അജ്നബികളായ അഥവാ അന്യരായ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കാണുന്നത് പോലെയുള്ള വല്ല ദോഷങ്ങളും വന്നുകൂടുവാനോ ഇടയാകുന്ന പക്ഷം, അല്ലെങ്കിൽ ഹറാമോ മക്രൂഹോ ഖിലാഫുൽ ഔലയോ ആയിട്ടുള്ള വല്ല സംഗതികളോ വിനോദങ്ങളോ മറ്റോ അതിനോട് കലർത്തപ്പെടുന്നതാണെങ്കിലും ഈ കൽപ്പിതക്കാലത്തിൽ ഈ പ്രത്യേക രൂപത്തിൽ ചെയ്യപ്പെടുന്ന ഈ അമൽ മൗലിദിന് ഇങ്ങനെ ദീനിൽ കൽപ്പിക്കപ്പെട്ടതാണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുവാൻ ഹേതുവായിത്തീരുന്നതായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ദോഷത്തിന് ഈ അമൽ മൗലിദ് കാരണമാകുന്നുണ്ടെങ്കിൽ അത് വിരോധിക്കപ്പെടേണ്ടതാണെന്നും താൻ കഴിക്കുന്ന മൗലിദിന് ഷർറിൽ നിന്ന് അല്പമെങ്കിലും കൂടുമെന്ന് വല്ലവരും തിട്ടമുണ്ടായിരുന്നാൽ അതോടുകൂടി ആ മൗലിദ് കടിക്കുന്നവൻ തീർച്ചയായും പാപി തന്നെയാണെന്നും ഉള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. അപ്പൊ എന്തേ പറയാ, അന്നൊരു ഖുർആാനോത്തോ അന്നൊരു സ്വതക്കയോ ഒക്കെ ചെയ്തു, ഹറാമോ കറാഹത്തോ ഒന്നുമില്ല, ഒരു ഷർറുമില്ല എങ്കിൽ മാത്രമേ നല്ല ബിദഅത്ത് എന്ന് അന്ന് പറഞ്ഞ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളൂ എന്നാ പറയുന്നത്. വല്ല ദോഷം വന്നാലോ ആ ചെയ്തവൻ പാപിയാണ്, ഒരു ആസിയാണ്, പാപിയാണ് എന്നാണ് അന്ന് ലേഖനം എഴുതിയത്. ഇനി അന്നത്തെ മൗലിദോ അതിനെക്കുറിച്ചും പറഞ്ഞു. മറ്റൊരാൾ മുർഷിദ് ഒക്കെ വായിക്കാം. നമ്മൾ ഏതായാലും ഒരു കുറെ കാലമായി ഇതിങ്ങനെ 1357 അടുത്ത കൊല്ലം, മറ്റേ 56 ഇത് 57. അന്നത്തെ അൽ മുർഷിദിന് വീണ്ടും ലേഖനം തഅബിയത്തുൽ മുസ്ലിമീൻ ലിസ്തിഖ്ബാൽ റബീഉൽ അവ്വൽ. അബു അഹമ്മദ് റഷീദ് വലപ്പാട് അദ്ദേഹം എഴുതിയ ലേഖനം. തുടക്കം ഇതേപോലെ തന്നെ നബി ഞങ്ങൾ ജനിച്ച കാര്യം പറഞ്ഞു, നബി ഞങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞു, നബി വന്ന കാലം പറഞ്ഞു, അന്നത്തെ പ്രത്യേകത പറഞ്ഞു, അന്നത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാം, മൗലിദ് സദസ്സിൽ ദീനിയായ സ്വഹീഹായ ദീൻ അറിയുന്ന ആലിമുകൾ ധാരാളം കൂടിയിരിക്കണം. അവരുടെ ഉപദേശങ്ങൾ മുറക്ക് നടക്കണം. മുസ്ലിങ്ങളിൽ ദീനിയായ ചൈതന്യം അനുകരിപ്പിക്കണം. അന്ധവിശ്വാസങ്ങളും കള്ളങ്ങളും ഉൾക്കൊണ്ട യാതൊന്നും അവർ പറയുകയില്ല. കള്ളക്കഥകളും അടിയുറപ്പില്ലാത്ത റിവായത്തുകളും അവർ ആ ബഹുമാന സദസ്സിൽ പറയുകയില്ല. ശരിയായ ആലിമുൽ ഹഖിനറിയാം നബിയെ പറ്റി കളവ് പറയുന്നത് മൂബിഖാത്തിൽപ്പെട്ടതാണെന്ന്, ദീനിൽ അടിയുറപ്പില്ലാത്തത് പറയൽ തെറ്റാണെന്ന്, ദഈഫ് സ്വഹീഹാണെന്ന് പറയൽ കുറ്റകരമാണെന്ന് ആഖിറത്തിലേക്ക് വഴികാട്ടുന്ന സ്വാലിഹായ ആലിമ് ജനങ്ങളെ വഞ്ചിക്കുകയില്ല. ദഈഫ് സ്വഹീഹാണെന്ന് പറഞ്ഞ് തെറ്റിക്കുകയില്ല, ഇല്ലാത്തത് ഉള്ളതാണെന്ന് പറഞ്ഞ് ചതിക്കുകയില്ല. തങ്ങൾക്കറിയാത്തത് അറിഞ്ഞുകൂടെന്ന് പറയും, അറിഞ്ഞത് അറിഞ്ഞ പ്രകാരം പറയും. അതിനാൽ അത്തരം സ്വാലിഹായ മുത്തഖിയായ ആലിമായിരിക്കണം മജ്‌ലിസുൽ മൗലിദ് നടത്തേണ്ടത്. ഇങ്ങനത്തെ മൂല്യം നടത്തിയാൻ പറ്റൂലെന്ന്. സ്വാലിഹീങ്ങളായ മുത്തഖികളായ പഠിച്ചോനപ്പോഴുള്ള മനുഷ്യന്മാർ നടത്തട്ടേതാ. ശേഷം പറയാം, വാക്കുകളെല്ലാം പ്രമാണമാക്കപ്പെടുന്ന കിതാബുകളുള്ളതായിരിക്കും. കള്ളക്കഥകളും വ്യാജ പ്രസ്താവനകളും നിറഞ്ഞ കിതാബുകളെ പാടെ ത്യജിക്കും. ഗ്രന്ഥകാരൻ ആരാണെന്ന് തെളിയാത്ത കിതാബ് പ്രത്യേകവും ത്യാജ്യമാണ്. ഇസ്ലാം മതം സത്യത്തിന്മേൽ ഉറച്ചിട്ടുള്ളതാകയാൽ ദീനിയായ ആലിമ് ഫത്വകൾക്കും ചോദ്യങ്ങൾക്കും തുറന്ന മനസ്സോടെ യഥാർത്ഥം വെളിപ്പെടുത്തും. യാതൊന്നിലും അവർ കൃത്രിമം പ്രകടിപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ഡിതന്മാരുടെ ബാധ്യത പറയുന്നു. എന്നിട്ട് പറയാം, നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. കണ്ടോ, ഇതൊക്കെ പണ്ട് പിന്നെ പറയാം. നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. സംഭവ ബഹുലങ്ങളാൽ നിബിഡകൃത്യമായ നബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരു അടിയുമില്ലാത്ത കള്ളക്കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആലിമുകൾ തുനിയുന്നത് ഒട്ടും ശരിയല്ല. ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗലിദ് കിതാബിൽ സ്വഹീഹായ യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരു പക്ഷേ പലരും തെറ്റിദ്ധരിച്ചേക്കും. ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം നമ്മുടെ ഉലമാഇന്റെ മൗനാനുവാദമാകുന്നു. അവർ സ്വഹീഹായ പ്രസ്താവനകൾ അടങ്ങിയിട്ടുള്ള കിതാബ് തയ്യാറാക്കി കൊടുക്കേണ്ടിയിരുന്നു. അതവർ ചെയ്തില്ല. ദഈഫും മൗദൂഉമായത് തെര്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നു. അതും അവർ ചെയ്തില്ല. ഇത്തരക്കാരാണോ മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്? ഇവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നത്. കണ്ടോ, ഇവിടെ എം ടി രമേശ് ചോദിച്ച ചോദ്യമുണ്ട്. മൗലിദ് കഴിക്കുന്ന ആളുകളൊക്കെ സ്വർഗത്തിന്റെ വഴിയല്ല എന്ന് ഫദ്ലുൽ ക്ലിപ്പിട്ടിട്ട് പറഞ്ഞല്ലോ. അപ്പൊ മൗലിദ് ഈ മൗലിമാരൊക്കെ നരകത്തിൽ വിളിച്ചവരാണോ? അതേ മൗലിമാർ അതേ ലേഖനത്തിൽ പറയുന്നു, ഇപ്പൊ മൗലിദ് കഴിക്കാൻ പറയുന്ന മുസ്ലിയാക്കന്മാർ സ്വർഗത്തിലേക്കല്ല നയിക്കുന്നത്, നരകത്തിലേക്കാണ് നയിക്കുന്നത്. കഴിഞ്ഞില്ല, അവർ സ്വർഗത്തിലേക്കല്ല
നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നത് എന്ന് ആശങ്കയ്ക്ക് ഇവിടെ ഇടമുണ്ട്. എന്തുകൊണ്ടെന്നാൽ മൗലിദ് ഓതുന്നവനെ പറ്റി ഈ ആയത്ത് എന്ത് സൂചിപ്പിക്കുന്നുവെന്ന് നോക്കുക. വതഖൂലുന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യിനാ വഹുവ ഇൻദല്ലാഹി അളീം. വിവരമായി അറിഞ്ഞിട്ടില്ലാത്ത ചിലത് നിങ്ങൾ വായ കൊണ്ട് പറഞ്ഞു വിടുന്നു, എന്നിട്ട് അതെല്ലാം നിസ്സാരമാണ് നിങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു. അതാവട്ടെ അള്ളാഹുവിന്റെ പക്കൽ ഭയങ്കരമായതാകുന്നു. അപ്പൊ ഇല്ലാത്ത പറഞ്ഞ് ഇതൊക്കെ ശരിയാന്ന് പറയാ, അത് ഭയങ്കര തെറ്റാണ് എന്നാ. എന്നിട്ട് പിന്നെ ഇതിൽ കണ്ടോ, ഇതിന് മൗലിദ് കിതാബ് പോസ്റ്റ്മോർട്ടം ഉണ്ട്. മൗലിദ് കിതാബ് മൊത്തം പോസ്റ്റ്മോർട്ടം. എന്താ പറഞ്ഞത്? ഇനി നമുക്ക് മൗലിദ് കിതാബിനെ പറ്റി ചുരുങ്ങിയ നിരൂപണം നടത്താം. കണ്ടോ, നിലവിലുള്ള മൗലിദ് കിതാബ് എന്താ നമുക്കിത് പരിശോധിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതിൽ നിന്നും അതിൽ വിവരിച്ച യാതൊരു റിവായത്തും സ്വഹീഹല്ല എന്ന് ഗ്രഹിച്ചിരിക്കുമല്ലോ. എന്നാൽ ഇതിന്റെ അർത്ഥം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുണ്ട്, ആമിന ബീവി ഉമ്മയാണ്, അബ്ദുള്ള ബാപ്പയാണ്, ഹലീമ ബീവി മുല കൊടുത്തിട്ടുണ്ട് എന്നീ ഓരോന്നിടത്ത് ഇതെല്ലാം കളവാണോ എന്ന് മുട്ടുചോദ്യം ചെയ്ത് സംതൃപ്തി അടയുന്ന മാതിരിയല്ല ഇത്തരം ചില ചോദ്യങ്ങൾ കുബുദ്ധികളായ ചില മുസ്ലിയാക്കന്മാർ ചെയ്തേക്കാം. മൗലിദ് മൊത്തം തെറ്റാന്ന് പറഞ്ഞാൽ നബി ജനിച്ചതില്ലേ അത് തെറ്റാണോ? ആമിന ബീവി ഉമ്മ എന്നല്ലേ തെറ്റാണോ? അബ്ദുള്ള ഉപ്പ തെറ്റാണോ? അപ്പൊ ചില കുരുട്ടുബുദ്ധികളായ മുസ്ലിയാക്കന്മാർ അത് ചോദിക്കാം. അന്നുണ്ട് കുരുട്ടുബുദ്ധി മുസ്ലിയാക്കന്മാർ എന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് പറയാം, മങ്കൂസിൽ ഉള്ള ആദം നബിയുടെ തവസ്സുല്, നൂഹ് നബിയുടെ ഇസ്തിഗാസ, ആമിന ബീവി മലക്കളെ കണ്ടത്, അമ്പിയാക്കന്മാർ കടന്നു ചെന്നത്, പേരിടുവാൻ കൽപ്പിച്ചത്, കുന്തു നൂറൻ എന്ന ഹദീസ്, ഇതെല്ലാം ദഈഫാകുന്നു. കേട്ടോ, മങ്കൂസിലെ ഓരോന്നും ഇതൊക്കെ ദഈഫാണ്. പിന്നെ ചിലത് മൗദൂഉമാകുന്നു. കഅബുൽ അഹ്ബാറിന്റെ ഹദീസ് മൗദൂ ആകുന്നു. വറുവിയ അന്ന ആമിന റഅത്ത് എന്ന റിവായത്ത് മൗദൂ ആകുന്നു. ഫാരിസ് തീ കെട്ട വിവരം മൗദൂ ആകുന്നു. യഹ്യ ബിൻ ഉർവത്തിന്റെ പ്രസ്താവന ദഈഫാകുന്നു. ഉസ്മാൻ ഹുബൈസിന്റേതും അങ്ങനെ തന്നെ. ഇബ്നു ഇസ്ഹാഖിന്റെ പ്രസ്താവനയും ദഈഫാകുന്നു. കണ്ട, ഓരോന്ന് പറയാ മൗലിദ് ഓരോന്ന് ദഈഫാണ്, ഇത് മൗദൂആണ്. മൗദൂ പറഞ്ഞത് കെട്ടിച്ചമച്ചുണ്ടാക്കിയത്, ദഈഫാണ് നിർമ്മിതമായത് എന്ന് പറയാം. ഇനി മങ്കൂസിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്, അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത് എന്നും അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, മങ്കൂസ് ഓതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ്. മങ്കൂസ് ഓതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ് എന്ന്, ഇത് ആലിമുകൾ ചെയ്യുന്നത് മഹാപാപമാണ് എന്ന് അവർ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ആലിമല്ലായിരുന്നു എന്ന് അവർ ജനങ്ങളെ തെറ്റപ്പെടുത്തണം. ഇനി നമുക്ക് മേൽ പ്രസ്താവിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടി കൂലങ്കശമായി പരിശോധിക്കാം. ഇവ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ? ഇല്ല. മറ്റു സിഹാഹുകളുണ്ടോ? അതിലുമില്ല. ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ദഈഫുമാകുന്നു. അവർ സ്വഹീഹാണെന്ന് പറഞ്ഞ യാതൊരു ഹദീസും സിഹാഹിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. അവകളിൽ കാണിച്ച ദഈഫായ അഥവാ മൗദൂആയ റിവായത്തുകൾ മിക്കതും ദലായിലുൻ നുബുവ്വ, അതേപോലെ കിതാബ് ഇബ്നു അസാക്കിർ, കൻസുൽ ഉമ്മാൽ മുതലായ കിതാബുകൾ ഉള്ളതാണ്. ആ കിതാബുകളിൽ വളരെ കള്ള റിവായത്തുകളും ദഈഫുകളും സ്ഥലം പിടിച്ചിട്ടുണ്ട്. അവ കണ്ട മൗലിദ് കിതാബ് മൊത്തം പോസ്റ്റ്മോർട്ടം അതിന്. എന്നിട്ട് അങ്ങനെ ഓരോന്നിടത്ത് പറയുന്നുണ്ട്. അവസാനം പറയാം, ഈ ഹദീസിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലിദുകളിലായി കാണാം. എല്ലാത്തിന്റെയും അടി ഒന്നു തന്നെ. മൗലിദ് മാത്രമല്ല, എല്ലാ മൗലിദും അങ്ങനെ തന്നെയാണ്. ഈ കഥകള് മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല മൗലിദിൽ പല കോലത്തിൽ കൊടുത്തതാണ്. എല്ലാത്തിന്റെയും അടി ഒന്ന് തന്നെ. ഇനി വല്ലവരും സ്വഹീഹായ വല്ല റിവായത്തും കണ്ടിട്ടുണ്ടെങ്കിൽ പത്രാധിപരെ അറിയിക്കുക. കണ്ടോ, ഇന്നലാണ് പറഞ്ഞത്. കണ്ടോ, ഓലന്ന് മൗലിദ് കഴിച്ചിരുന്നു. ഇതാണ് കൂട്ടര അൽ-ഇർഷാദും അൽ-മുർഷിദും. ഇതിനാ നിങ്ങൾ വയതച്ചത്. അപ്പൊ 920 മുതൽ 52 വരെ ഓതിയ മൗലിദ് ആണല്ലോ, അതിപ്പോ ഈ പറഞ്ഞതൊക്കെയാണ്.